പെൺമക്കൾ ഭർത്താവിന്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കണമെന്ന ഏതൊരു അച്ഛന്റെ അമ്മയുടെ ആഗ്രഹം. ഇവിടെ അവർക്കറിയില്ലല്ലോ നിങ്ങൾ എന്നെ എപ്പോഴാ പുറത്താക്കുന്നേന്ന്. മകളുടെ താലിഭാഗ്യം പൊട്ടിപ്പോകുന്നറിഞ്ഞ ഏത് മാതാപിതാക്കളുടെയും നെഞ്ചു പൊട്ടും. ഈയൊരു ഉത്സവത്തിന്റെ ദിവസമെങ്കിലും അവരൊന്ന് സന്തോഷിച്ചോട്ടെ. ഏത് നിമിഷവും നിങ്ങളെ തിരിച്ചെടുക്കാവുന്ന താലിയാണ് മകൾ അണിഞ്ഞിരിക്കുന്നതെന്ന് അവരറിഞ്ഞ ചിലപ്പോ എന്റെ അച്ഛൻ ഹൃദയം പൊട്ടി മരിക്കും. നിങ്ങളും ഞാനും അഭിനയിക്കുകയാണെന്ന് അവർക്കറിയില്ലല്ലോ. സിനിമയിൽ അഭിനയിക്കണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചു. പക്ഷേ ദൈവം ജീവിതം മുഴുവൻ അഭിനയിക്കാനുള്ള ചാൻസ് തന്നത്. സത്യത്തിൽ ഞാൻ ഭാഗ്യവതിയാ അല്ലേ? ദൈവം എത്ര പേർക്ക് ഈ ചാൻസ് കൊടുത്തിട്ടുണ്ടാവും. ഞാൻ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട് അല്ലേ ചേട്ടാ? സത്യത്തിൽ നിങ്ങളോട് കുറുമ്പ് കാണിച്ച് ഞാൻ രസിക്കുമായിരുന്നു. ഇനി ഞാൻ ഡിസ്റ്റർബ് ചെയ്യില്ല. ഇന്ന് രാത്രി ഞാൻ കൂർക്കം വലിക്കില്ല. ഫാനിന്റെ ശബ്ദവും നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യില്ല. ഇനി ഞാൻ താഴെ കിടന്നോളാം. സമാധാനത്തോടെ കിടന്നുറങ്ങിക്കോ. നശിപ്പിച്ചു. നടക്കുമ്പോ താഴെ നോക്കി നടക്കണ്ടേ? എന്ത് പോക്കാത്? ഹലോ, എന്ത് പണിയാ നിങ്ങളീ കാണിച്ചേ? മനുഷ്യൻ നടക്കുന്ന വഴിയിൽ ഇങ്ങനെ വൃത്തികെട്ട കോലം വരയ്ക്കുന്ന ആരറിഞ്ഞു? വൃത്തികെട്ട കോലോ? എന്റെ കോലത്തിനെ കുറ്റം പറഞ്ഞാണ്ടല്ലോ. എടി, നീയും കണക്കാ, നിന്റെ കോലവും കണക്കാ. ഒരിക്കലും നേരെ ഇരിക്കത്തില്ല. ഹലോ ചേട്ടാ, കോലം ആരെങ്കിലും ഇങ്ങനെ നേരെ ഇടുവോ? ഞാൻ എപ്പോ കോലം വരച്ചാലും നിങ്ങൾ ഇങ്ങനെ നശിപ്പിക്കാൻ വേണ്ടി മാത്രം വന്ന് നിൽക്കുവാണോ? അതെ, എന്താ എന്താ മോളെ? കണ്ടില്ല അമ്മ, വീണ്ടും എന്റെ കോലം ചവിട്ടി നശിപ്പിച്ചു. മനഃപൂർവ്വമല്ല, ഞാൻ കണ്ടില്ല. ചുമ്മാതെയാ അമ്മ, ഇത് മനഃപൂർവ്വം തന്നെ ചെയ്തതാ. മൈസൻ,
വാട്ട് ഇസ് ദിസ്? അവൾ എത്ര കഷ്ടപ്പെട്ട് വരച്ചതായി കോലം. അതിനെന്താ, അറിയാതൊന്ന് ചവിട്ടിപ്പോയി, അത്രയല്ലേ ഉള്ളൂ. അവളത് മാറ്റി വരച്ചോളൂ. പിന്നല്ലാതെ മരുമകനല്ലേ ചവിട്ടിയത്. ഭർത്താവ് ചവിട്ടിയാൽ കോലം മാറ്റി വരയ്ക്കണ്ടെന്ന് ശാസ്ത്രം പറയുന്നുണ്ട്. ഏത് ശാസ്ത്രം? കോലത്തിന്റെ ശാസ്ത്രോ? അച്ഛാ, വെറുതെ മരുമകന്റെ പക്ഷം പിടിക്കല്ലേ. അതെ മോളെ, മരുമകൻ നമ്മുടെ അതിഥിയാണ്. അതിഥി ദേവോ ഭവ എന്നല്ലേ പ്രമാണം. അതായത് അതിഥിയെ ദൈവത്തെ പോലെ കാണണമെന്ന്. ആ നിലയ്ക്ക് ദൈവം കോലത്തിൽ ചവിട്ടി അനുഗ്രഹിച്ചാണെന്നും കരുതിയാ പോരെ. അത് ശരി. അപ്പൊ അമ്മായിയപ്പനും മരുമകനും ഇപ്പൊ ഒറ്റ കെട്ടായല്ലേ? സുന്ദരേശൻ നായരെ. സുധാകരൻ നായർ. സുധാകരൻ നായരെ, മരുമകന് പണമുണ്ടെന്ന് കരുതി അതിന്റെ പേരിൽ നിങ്ങൾ അത്ര നിഗളിക്കരുത്. അത് അത്ര നല്ലതല്ല. ഞാൻ എന്ത് ചെയ്തെന്നാ നിങ്ങൾ ഈ പറയുന്നത്? കഴിഞ്ഞ തവണ ഉത്സവം നടത്തിയതിൽ ഞങ്ങൾ അഴിമതി കാണിച്ചെന്ന് നിങ്ങൾ കമ്മിറ്റി പരാതി കൊടുത്തില്ലേ? ഓ, ഉത്സവം കഴിഞ്ഞിട്ട് ഒരു കൊല്ലമായി, ഇപ്പോഴാണോ പരാതി നൽകുന്നത്? അത് എന്റെ കുഴപ്പമാണോ? കഴിഞ്ഞ തവണ നിങ്ങൾ ലേലം പിടിച്ച തുക മുഴുവൻ ക്ഷേത്രത്തിൽ അടച്ചിട്ടില്ല. ഉണ്ടോ? ഉത്സവം നടത്തിയ ലാഭം കാണാനുമില്ല. എല്ലാവരും നിങ്ങളുടെ പക്ഷക്കാരായതുകൊണ്ട് ഇതുവരെ ആരും ചോദിച്ചില്ല. പക്ഷെ അടുത്ത ഉത്സവത്തിന് മുമ്പ് ഇത് നാട്ടുകാരറിയണമെന്ന് എനിക്ക് തോന്നി. കഴിഞ്ഞ തവണ നടത്തിയ സദ്യയിൽ ക്രമക്കേട് നടത്തിയെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? പറഞ്ഞു. വേണമെങ്കിൽ ഇത്തവണ മരുമകന്റെ നേതൃത്വത്തിൽ സദ്യ ഉണ്ടാക്കാമെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? പറഞ്ഞു. അതിനെന്ത്? പാചകത്തിൽ നിങ്ങളുടെ മരുമോൻ ഇത്രയ്ക്ക് കേമനാണോ? എന്താ സംശയം? അതിന് ഇയാളുടെ മരുമകനാരാ ദേഹേണ്ട കാരണം? മരുമകനെ, നിന്റെ അമ്മായി അച്ഛൻ നിന്നെ അപമാനിക്കുക. കേവലം ഒരു സദ്യയിൽ പോലും ഞങ്ങൾ അഴിമതി കാണിച്ചെന്ന് ഇയാളെ ഉണ്ടാക്കി പറയുക. കാര്യം പറയുമ്പോ കള്ളത്തിലാന്ന് പറഞ്ഞാൽ മതിയോ? ഇതുകൊണ്ട് ഇയാളെ കാര്യത്തിനൊന്നും അടുപ്പിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അമ്മ ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? നീ ഒന്ന് ചുമ്മാരടി. അതെ, നിങ്ങൾ പറഞ്ഞത് ഞങ്ങൾ ശക്തമായി നിഷേധിക്കുന്നു. സദ്യയിൽ അഴിമതി ഇല്ല. അല്ലെങ്കിൽ തന്നെ ഈ അവിയലിലും സാമ്പാറിലും ഒക്കെ അഴിമതി നടത്തിയിട്ട് എന്ത് കാണാനാ? അല്ല, ഇന്നലെ രാത്രി മരുമകൻ ഛർദ്ദിച്ചെന്ന് കേട്ടല്ലോ. കല്യാണം കഴിഞ്ഞ സാധാരണ നമ്മുടെ നാട്ടിൽ ഛർദ്ദിക്കുന്നതൊക്കെ പെൺകുട്ടികളാ. ഇതെന്ത് പറ്റി? മരുമകന് കൊടുത്ത സദ്യയിൽ വല്ല മായവും കലർത്തിയോ? മരുമകൻ ഇത്തവണത്തെ സദ്യക്ക് നേതൃത്വം കൊടുക്കുമെന്ന് നിങ്ങൾ വെല്ലുവിളിച്ചത് അത്ര ശരിയായി. ഹലോ അമ്മാവാ, നിങ്ങൾ അമ്പലം വിഴുങ്ങികളെല്ലാം കൂടി എന്റെ അച്ഛൻ്റെ അടുത്ത് വഴക്കൂടാൻ ഇറങ്ങിയതാ. എന്റെ ഭർത്താവ് ആരാന്ന നിങ്ങളുടെ വിചാരം? ഇവളെന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ടെന്നാ തോന്നുന്നു. എന്തെങ്കിലും മണ്ടത്തരമായിരിക്കും, ഉറപ്പ്. അതെ ചേട്ടാ, അയ്യോ സോറി അങ്കിളുമാരെ, എന്റെ ഭർത്താവ് ഉണ്ടാക്കുന്ന ഭക്ഷണം നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ഒന്ന് കഴിച്ച് നോക്കണം. ഈ മലയാളക്കരയിൽ ഇത്രയ്ക്ക് ടേസ്റ്റ് ഉള്ള ഒരു ഫുഡ് ഉണ്ടാക്കുന്ന വേറൊരാളെ ഞാൻ കണ്ടിട്ടില്ല. ബിരിയാണി ഉണ്ടാക്കുന്നവരെ എളുപ്പമല്ല ക്ഷേത്രത്തിൽ 5000 പേർക്ക് സദ്യ ഒരുക്കുന്നത്. 5000 അല്ല, 10000 പേർക്കായാലും വേണമെങ്കിൽ എന്റെ ഭർത്താവ് തന്നെ ഉണ്ടാക്കും. അല്ലേ ചേട്ടാ? ഓ, ഇവിടുന്ന് എനിക്ക് പണി മേടിച്ചു തരും. അതെ, എന്റെ മരുമകള് പറഞ്ഞത് ശരിയാ. ഈ ഉത്സവത്തിന് എന്റെ മകൻ തന്നെ നിങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കി തരും. അമ്മയും മണ്ടത്തരം പറയാൻ തുടങ്ങിയോ? അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇവര് പറയുന്ന കേട്ട് നിങ്ങൾ എന്നെ ഇതിലേക്ക് വലിച്ചഴക്കരുത്. എനിക്കൊരു മത്സരത്തിന് താല്പര്യമില്ല. പക്ഷെ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. അല്ല, നിങ്ങൾ എല്ലാരും കൂടി ഞങ്ങളെ അപമാനിക്കാൻ വന്നാണോ? അല്ല, നിന്റെ മരുമകന്റെ കൈപ്പുണ്യം അറിയാൻ വന്നതാ. അറിയാനൊന്നുമില്ല. വേണമെങ്കിൽ ഇപ്പോ ഇവിടെ വെച്ച് നിങ്ങൾക്ക് ഇദ്ദേഹം ഫുഡ് ഉണ്ടാക്കി തരും. അല്ലേ? കൈകൊട്. ഓൾ ദി ബെസ്റ്റ്. കിട്ടി, പണി കിട്ടി. ഹോട്ടലിൽ 10 പണിക്കാരെ വെച്ച് പാചകം ചെയ്യുന്നതിന്റെ കേമത്വം ഞങ്ങളുടെ മുമ്പിൽ വിളമ്പണ്ട. കഴിയുമെങ്കിലേ മരുമകൻ ഒറ്റയ്ക്ക് ഫുഡുണ്ടാക്കി കാണിക്ക്. എന്നിട്ട് മതി സുധാകരൻ നായർ ലേലത്തിൽ പങ്കെടുക്കുന്നത്. അതെ, ഈ പറഞ്ഞതാണ് ശരി. സുന്ദരേശൻ നായരെ, ഇയാള് പിന്നെ പേര് മാറ്റി സുധാകരൻ നായർ. ആ നായരെ, മരുമകന്റെ വീരസത്തിലെ ഞങ്ങളോട് മത്സരിക്കാൻ നിൽക്കണ്ട. ഇത് നാട് വേറെയാ. വരത്തന്മാരെ വാഴിച്ച ശീലം ഈ നാടിനില്ല. നിർത്ത. ആരാ വരത്തൻ? എന്റെ ഭർത്താവോ? അങ്ങനെയാണെങ്കിലേ
നിങ്ങൾ എല്ലാരും വരുത്തന്മാര് തന്നെയാ. വല്ല നാട്ടിൽ നിന്ന് വന്ന് ഈ നാട്ടില് താമസാക്കിയതല്ലേ നിങ്ങളൊക്കെ? എന്റെ ഭർത്താവിനെ കുറ്റം പറഞ്ഞോണ്ടല്ലോ നിങ്ങളൊക്കെ ശരിയാക്കി കളയും, പറഞ്ഞേക്കാം. ഒരു മരുമകനെ കുറിച്ച് അമ്മായി അച്ഛൻ അഭിമാനിക്കാൻ പാടില്ലേ? നിങ്ങൾക്കറിയോ, ഇദ്ദേഹം സദ്യ ഉണ്ടാക്കി നാട്ടുകാർക്ക് കൊടുത്താലേ ആളുകൾ ഇദ്ദേഹത്തെ പുകഴ്ത്തും. DK റെസ്റ്റോറന്റിലെ ഭക്ഷണത്തെ കുറിച്ച് ലോകം മുഴുവനും അറിയാം. ഇദ്ദേഹം എന്തുണ്ടാക്കിയാലും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഓ, ഇവളെനിക്ക് പണി മേടിച്ച് തന്നേ അടങ്ങും. കൊള്ളാം കൊള്ളാം. അമ്മാച്ചനും മരുമകനും കൂടെ വെറുതെ പൊങ്ങച്ചം പറയാതെ ആദ്യം ഫുഡ് ഉണ്ടാക്കി കാണിക്ക്. ഞങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് പറയാം മരുമകന്റെ കൈപുണ്യം. എന്റെ കൈപുണ്യത്തെ കുറിച്ച് കുറ്റം പറയാൻ നിങ്ങളാരാ? ഒരു വീട്ടിൽ കയറി വന്ന് ഇങ്ങനെ അപമാനിക്കുന്ന രീതി സംസാരിക്കാൻ നിങ്ങൾക്ക് എന്താ അവകാശം? ഹിറ്റ്ലർ ചാർജായി, ഇനി രക്ഷയില്ല. നിങ്ങൾക്ക് എന്താ വേണ്ടത്? എന്റെ കൈപുണ്യം അറിയണം, അത്രയല്ലേ ഉള്ളൂ. അങ്ങള് പേടിക്കണ്ട, ഇവർക്കിന്ന് ഞാൻ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും. അതെ, ഇനി ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാതെ ഒരെണ്ണ ഇവിടുന്ന് തിരിച്ചു പോവില്ല. കണ്ടില്ലേ, എന്റെ ഭർത്താവ് പറഞ്ഞതുപോലെ ചെയ്യും. DK റെസ്റ്റോറന്റിനെ കുറ്റം പറഞ്ഞാലേ ഇദ്ദേഹം സഹിക്കില്ല. ആ റെസ്റ്റോറന്റ് എന്ന് പറഞ്ഞാ ഇദ്ദേഹം സ്വന്തം ഭാര്യയെ പോലെയാ സ്നേഹിക്കുന്നേ, അല്ല ചേട്ടാ? ആ, ഞങ്ങൾക്ക് വീമ്പ് പറയുന്നൊന്നും കേക്കണ്ട, പറഞ്ഞത് ചെയ്ത് കാണിക്ക്. അങ്കിൾ, എന്താ മോനെ? എങ്കിൽ തുടങ്ങാം. തുടങ്ങി.
അയ്യോ പുള്ളിയോ ഇല്ല. അയ്യോ ഹലോ, റൊമാൻസ് ഒക്കെ മതി, സദ്യ വേഗം റെഡിയാക്ക്. വേണോ? വേണ്ട വേണ്ട. അല്ല കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്ക്. അടിക്കേണ്ടതേ കുറച്ച് കഴിക്കി. എല്ലാത്തിനും തലയിടുന്ന ആളല്ലേ. കൊടുത്തു. വിളിക്കാതെ വലിഞ്ഞേറി വന്നതെന്ന്. അതെ അതെ. വൗ, സൂപ്പർ, അടിപൊളി. അങ്കിൾ സദ്യരടി ഇലയിട്ടോളൂ. 1 2 3 4 മതിയുടെ മോനെ. ഇയാളിത് വെള്ളം 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 അച്ഛാ, അച്ഛാ, വെള്ളം കൊടു വെള്ളം കൊടു ഇവിടെ വെള്ളം കൊടുക്ക്. അയാൾക്ക് വെള്ളമൊന്നും വേണ്ട. വെള്ളം കൊടുക്ക് അച്ഛാ. വെള്ളം കൊടു. ഇപ്പൊ ചത്തു. അയ്യോ കൊടു കൊടു തണ്ട്. കുടി കുടി അതൊക്കെ കഴിച്ചോളൂ. സൂപ്പർ. കുറച്ച് പായസം കൂടെ പിഴിക്കും. ഞെട്ടി, സകലരും ഞെട്ടി. ദേ, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. സദ്യ കിടക്കി. ദേ വരുന്നു ഇരവിക്കുട്ടിപ്പിള്ളയും ടീമും. അഭിപ്രായം കയ്യോടെ കേട്ടോ. സുധാകരൻ നായരെ, എന്തോ നിങ്ങളെ മരുമകൻ എന്തായാലും കൊള്ളാം.